Naveen Arakal, welcome. Thank you. How are you, Naveen Cheta? അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു. ഈ നവീൻ ചേട്ടനെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നൊരു ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർ എന്നൊക്കെ നമ്മൾ പറയും. വൈസ് എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്നും പറയും, കവർ എന്നൊക്കെ പറയും. യെസ്, അങ്ങനെ പറയും. പക്ഷെ അതിനൊരു ഉത്തമ ഉദാഹരണം ഒരാളെ പറയാൻ ചോദിച്ചാൽ ഞാൻ നവീൻ ചേട്ടനെ പറയും. കാരണം എന്താന്നോ, നവീൻ ചേട്ടൻ ഇപ്പൊ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഫാൻ കേൾ എന്നൊക്കെ രീതിയിൽ ഒരാള് ആദ്യമായിട്ടൊക്കെ സംസാരിക്കാൻ വരുന്ന സമയത്ത് മിണ്ടണോ, ഭയങ്കര ജാട. ആ ഒരു ജാട എന്ന് പറഞ്ഞൊരു ടേമിന് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നവീൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് ഭയങ്കര ആഗ്രഹിച്ചെത്തിയ ഒരാൾ. ഫോൺ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇട്ട ജെട്ടി വരെ ലൂസായി പോയി. അങ്ങനെയാണ് ഇറങ്ങി ഓർത്തെടുക്കാനും ഭയങ്കര അടുത്തുള്ള ആൾക്കാർ വിചാരിക്കും നവീൻ ചേട്ടൻ എന്താ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ ഇത്ര എന്താ ഓർത്തെടുക്കണം. പച്ചാളം ചെറുതായിട്ട്. ഓക്കെ, ഓ റെഡി. Hello guys, welcome back to Desert Trekkers Entertainments. Today with me, the very handsome Naveen Arakal. Welcome. Thank you. How are you, Naveen Cheta? അടിപൊളിയായി പോകുന്നു. ഞാൻ ഈ ആദ്യം ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടപ്പോ പണ്ടാരും ഇനി ഫുൾ ഇംഗ്ലീഷ് പറയേണ്ടത് എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പക്ഷെ എന്താ പറയാ, അടിപൊളി, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. പുതിയ പ്രോജക്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു. ഈ നവീൻ ചേട്ടനെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർ എന്നൊക്കെ നമ്മൾ പറയും. വൈസ് എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്നും പറയും, കവർ എന്നൊക്കെ പറയും. യെസ്, അങ്ങനെ പറയും. പക്ഷെ അതിനൊരു ഉത്തമ ഉദാഹരണം ഒരാളെ പറയാൻ ചോദിച്ചാൽ ഞാൻ നവീൻ ചേട്ടനെ പറയും. കാരണം എന്താന്നോ, നവീൻ ചേട്ടൻ ഇപ്പൊ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ഫാൻ കേൾ എന്നൊക്കെ രീതിയിൽ ഒരാള് ആദ്യമായിട്ടൊക്കെ സംസാരിക്കാൻ വരുന്ന സമയത്ത് മിണ്ടണോ, ഭയങ്കര ജാട. ആ ഒരു ജാട എന്ന് പറഞ്ഞൊരു ടേമിന് അണ്ടറിൽ പെട്ട് കിടന്ന ഒരാളാണ്. ഒന്ന് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അല്ല, അതെന്താന്നറിയോ, അത് എനിക്കറിയില്ല. അത് എനിക്കും പൃഥ്വിരാജ് കുറച്ച് ആൾക്കാർക്ക് മുമ്പ് ഒരു ഇതാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടാ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഞാൻ പൊതുവെ ഇങ്ങോട്ട് ഞാൻ എൻ്റെ ഒരു വൈബ് നോക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് കൂടുതലും ഞാൻ ഇതാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് അല്ലെങ്കിൽ എന്താ പറയുന്ന ഓഡിയൻസ്, നമ്മുടെ പ്രേക്ഷകര്, അവരാണ് നമ്മളെ വളർത്തി ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ച് തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് സംസാരിക്കും. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മളിപ്പോ പല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ഓപ്പോസിറ്റ് കാര്യം വന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പല മൈൻഡിൽ ഇങ്ങനെ നിൽക്കണായിരിക്കും. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ചിരിച്ച് നമ്മളത് അത് മിക്ക മനുഷ്യർക്കും ഉള്ളതാണ്. നമ്മളങ്ങനെ കോൺഷ്യസ് ആവൂല അവര് എന്താണ് കാണിക്കുന്നതെന്ന്, അവരുടെ റിയാക്ഷൻസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ഭയങ്കര ജാടൻ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് എല്ലാരും അങ്ങനെയുള്ള ഒന്ന് അടുത്ത് കഴിയുമ്പോഴാണല്ലോ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മളൊക്കെ പല പരിപാടിക്ക് പോകുമ്പോഴേ, ഞാനൊക്കെ ആണെങ്കിലും കൂടുതലും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി ഭയങ്കര ടെൻഷനിലായിരിക്കും ആ പരിപാടിയുടെ. അപ്പൊ നമ്മൾ ഫോൺ ഉപയോഗിക്കുക, കോൾ ചെയ്യുക, ഇനി ആരും വിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ തന്നെയൊക്കെ എടുത്ത് ഫോണൊക്കെ വിളിച്ച് നിൽക്കുക. ഇപ്പം നവീൻ ചേട്ടൻ ആക്ച്വലി സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു ഫെയിമിലേക്ക് മാറുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ക്രൗഡ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഒക്കെ വരുമ്പം എങ്ങനെയാണ് നവീൻ ചേട്ടൻ്റെ ഒരു മൈൻഡ് എങ്ങനെയായിരിക്കും? സത്യം പറഞ്ഞ ഈ ക്രൗഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് മീൻസ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യുക. നമ്മളവിടെ എന്താ ഇപ്പൊ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം ഈ പറയുന്ന പോലെ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കും. ഇങ്ങനെ നമുക്കിങ്ങനെ ആദ്യം പ്രിയമുള്ള കലാസ്നേഹികളെ എന്ന് പറയണോ, പ്രിയമുള്ളവരെ എന്ന് പറയണോ, ഹായ് എന്ന് പറയണോ, നേരത്തെ പറഞ്ഞു ഹായ് ഗൈസ് എന്നൊക്കെ പറയണോന്ന്. അത് നമ്മുടെ ഓഡിയൻസിനെ ബേസ് ചെയ്തിരിക്കും. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഞാനിങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ ഫോണിലെല്ലാം സെറ്റാക്കി വെക്കും. ഇങ്ങനെ പറയാം. ഇപ്പൊ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാന്നൊക്കെ എല്ലാം കറക്റ്റ്. സ്കൂളിലൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ. നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് ചില ഫോണിൽ ഞാനിങ്ങനെ നോക്കിയിരിക്കണ്ട അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ. ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ, എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് ആദ്യത്തെ ലൈൻ, രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ആ വിളിക്ക് തൊട്ടടുത്തിരിക്കണ ഏതെങ്കിലും ഇതുപോലെ വിശിഷ്ടാതിഥി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കും. ഇപ്പൊ ഏതാണ് പുതിയ സീരിയൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ചിലപ്പോ ഇങ്ങനെ പതുക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഞാനിപ്പോ ചെയ്യുന്നത് ഇതാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ നിന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ് വരുന്നു. എത്ര സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഫോൺ എടുത്തോണ്ട് പോയിട്ട് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആ കണക്ഷൻ നമുക്ക് എന്താ പ്ലാൻ ചെയ്ത് ഒരിക്കലും, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കലും പ്ലാൻ ചെയ്ത് ഈ പരിപാടിക്ക് പോകരുത്. നമ്മൾ ആ സമയത്ത് എന്ത് പറയുന്നു അതങ്ങോട്ട് പറഞ്ഞേക്കാം. അപ്പോ എന്താ പറയാ, അങ്ങനെ ഒരുപാട് പരിപാടികളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത്, എന്നെ
മനസ്സിലാക്കുന്നവർ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയുന്നവരാണ് കൂടുതൽ വിളിക്കുക. പിന്നെ കൂടുതൽ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഒരു ചെറിയ ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും പൈസ എന്താ പറയുക, പിന്നെ പോവല്ല. അതിപ്പം നവീൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് ഭയങ്കര ആഗ്രഹിച്ചെത്തിയ ഒരാളാണ്. തീർച്ചയായും. പിന്നെ സാക്രിഫൈസസ് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. ഇത്രയും നാളൊരു ഫീൽഡിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഒരു ഇന്റർവ്യൂല് രജിഷ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം നെപ്പോ കിഡ്സിനൊക്കെ എളുപ്പമാണ് ഫിലിമിലേക്ക് വരാനാണെങ്കിലും അല്ലെങ്കിൽ ഫെയിമിലേക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അപ്പം നവീൻ ചേട്ടന്റെ ബിഗിനിങ് എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് അടുത്ത് കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾസിലൂടെയൊക്കെ ആയിരുന്നു. അപ്പം സ്റ്റിൽ ഒന്ന് ബാക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഈ ഒരു ആക്ടിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിങ്ങിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മിക്ക ഇന്റർവ്യൂസിലും പറയുന്ന കാര്യം തന്നെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരിക്കലും മോഡലിംഗും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡിങ് ആണല്ലോ, ബിഹേവിങ്. ആക്ടിങ് മുഖം കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട, ഇപ്പൊ ബിഹേവിംഗ് എന്ന് പറയുന്നത് ആക്ടിങ്ങിന്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആദ്യം കുറച്ച് എനിക്ക് എന്താ പറയുക, എല്ലാവരോടും പറയുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു താഴ്ചയിൽ നിന്നാണ് ഒരു ഉയർച്ചയിലേക്ക് വന്നത്. ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് അതിങ്ങനെ സ്റ്റേബിളായി പോകുന്നുണ്ട്. എന്നാലും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ആക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ഗ്രാഫ് എപ്പോഴും അതിങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകില്ല. അത് ആ ഗ്രാഫ് ഒന്ന് നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അറ്റ് എ ടൈം 4 പ്രോജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഞാൻ. 4 ഒരെണ്ണം തമിഴ് പ്രോജക്റ്റ് ആയിട്ട് സൺ ടി വിയിൽ, അങ്ങനെ 4 പ്രോജക്ട്സ് ഒക്കെ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമുക്ക് വരുമ്പോ ഇഷ്ടം പോലെ വർക്ക് വരും. ആ സമയത്ത് നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ കണക്ഷൻസ് ഒക്കെ വരും. പക്ഷേ ഇല്ലാത്തപ്പോ ഒന്നും ഉണ്ടാവുകയില്ല. അതാണ് ഞാൻ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അവരും ഇതുപോലെ തന്നെ പറയും, എടാ ഞാനിപ്പോ ഫ്രീ ആയിട്ടിരിക്കണം, ഒരാൾ പോലും ഇപ്പൊ വിളിക്കുന്നില്ല. പക്ഷേ ഉള്ള സമയത്ത് നമുക്ക് അപ്പോഴായിരിക്കും നമുക്ക് നല്ല പുതിയ പ്രോജക്ട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു വേഷങ്ങളായിട്ടൊക്കെ നമുക്ക് ഓരോ സീരിയൽസ് ഒക്കെ വരുന്നത്. ആ സമയത്ത് നമുക്ക് ഡേറ്റും ഉണ്ടാവില്ല. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഏതൊരു ജോലിയാണെങ്കിലും നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യുക, സാക്രിഫൈസ് ചെയ്തിട്ടൊക്കെ തന്നെ വരിക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇതുപോലെ തന്നെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ല, പ്രേക്ഷകരുടെ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റിന്, അപ്കമിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എളുപ്പമുള്ള പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇപ്പം സ്വന്തമായിട്ട് റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പം നവീൻ ചേട്ടാ, അന്നത്തെ കാലത്ത് അതൊന്നും പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ചാൻസസ് ചോദിച്ചാണ് വരുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എത്രത്തോളം നവീൻ ചേട്ടൻ ഉപയോഗിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ആക്റ്റീവ് ആണോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്ന് വെച്ച് ഞാൻ സത്യം പറയില്ല. ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഫോണിൽ ഭയങ്കര ആക്റ്റീവാണ്. ഈ പറയുന്ന പോലെ നമുക്ക് എന്താ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്, എത്രയോ കോടി മണിക്കൂറുകളാണ് നമ്മൾ ഒരു ദിവസം ഫോണിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ കോടി മണിക്കൂറോ എന്തോ ഒരു കണക്ക് എന്തോ ആ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ഇതിൽ വന്നതാണ്, റീൽസിൽ എന്തോ ഇതിൽ വന്നതാണ്. അന്നത്തെ സമയത്ത് എന്റെ ചെറുപ്പകാല സമയത്ത് ഈ പറയുന്ന പോലെ റീൽസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ ഇതുപോലെ തന്നെ വിളിക്കും, ചാൻസ് ചോദിക്കും, പിന്നെ അല്ലെങ്കിൽ എവിടെയാണോ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് തേടി പോകും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇഷ്ടം അതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷൻ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പുതിയ ഒരുപാട് ന്യൂജൻ കുട്ടികളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കലും ഈ റീൽസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്യുന്ന പോലെ ഇതല്ല ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ. കാര്യം പലപ്പോഴും പല ആൾക്കാരും അതുപോലെ വിളിച്ചു, അല്ലെങ്കിൽ അവർക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും, മില്യൺസ് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ആക്ടിങ്ങിലോട്ട് വരുമ്പോ ഇതുപോലെ അല്ല, അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളത് പഠിക്കാനുണ്ട് കുറച്ച്, നമ്മളത് ചെയ്തേ പഠിക്കുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആക്റ്റീവ് അല്ല ഞാൻ, ജസ്റ്റ് ജിമ്മിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നയാള്. ഒത്തിരി ഞാൻ ഫോണിന് വേണ്ടി സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. കാര്യം നമ്മൾ ഫോൺ അഡിക്ഷൻ ആയി പോകും. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് തന്നെ ബിഗ് ബോസ് തന്നെയാണ്. കാര്യം ബിഗ് ബോസിലാണ് ചെന്നപ്പോ 35 days ഉണ്ടായിരുന്നുള്ളു. പക്ഷെ എന്നാലും ആ ഫോൺ അഡിക്ഷൻ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോ എനിക്ക് അങ്ങോട്ട് മാറി കിട്ടി. അതുപോലെ എന്തൊക്കെയാണ് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വർക്ക്ഔട്ട്,
ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഡെയിലി വർക്കൗട്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതെ, അതെ, അതെ. വർക്കൗട്ട്, ഫോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ല ഫോണില്ല, restricted ആവുന്നു. വീണ്ടും പറയാം, ഫോണില്ല, വർക്ക്ഔട്ട് ഡെയിലി ചെയ്യാറുണ്ട്. ചെയ്യായിരുന്നു. ആ കാര്യം അല്ല, ബിഗ് ബോസിന്റെ ഞാൻ ചില സീസണിൽ, ഞാൻ സീസൺ 4 ആയിരുന്നല്ലോ, ഞങ്ങൾക്ക് ആ Season സമയത്ത് 4. ലാലേട്ടൻ ഞങ്ങൾക്ക് ഒരു ജിമ്മൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഉം. നമുക്കവിടെ പിന്നെ വേറെ കാര്യമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജിമ്മൊന്നും വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, അവിടെ അടിപിടിയും ബഹളമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ സമയം ജിമ്മിലൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെന്ന് 35 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ എൻ്റെ ഒരു 11-12 കിലോ കുറഞ്ഞ്. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ അതൊന്ന് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റ പാടെ എനിക്കറിയാം. അങ്ങനെ ഒരു മാറ്റമല്ല, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇട്ട ജെട്ടി വരെ ലൂസായി പോയി അറിയില്ല. അങ്ങനെയാണ് ഇറങ്ങി വന്നത്. അത് സത്യം. ഞാൻ ആലോചിക്കണ എന്റെ ഡ്രസ്സൊക്കെ എല്ലാം ഇതായി പോയി, എന്താ പറയാ, ലൂസായി പോയി. പിന്നെ അത് കഴിഞ്ഞ ഒരു 2-3 മാസം, എത്ര നാളെടുത്ത് പിന്നെ ബോഡി ഒന്നുകൂടെ ഒരു maintain ചെയ്തെടുക്കാൻ? 2-3 മാസം കൊണ്ട് ഓക്കെ ആയി. 2-3 മാസം. കാര്യം പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് വന്നെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മടി വരും ഉള്ളിൽ. പക്ഷെ ഞാൻ അത് നോക്കിയില്ല, വെച്ചലക്കി. ഇപ്പൊ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും ട്രോൾ പേജുകൾ കുറെ ഭരിച്ച ഒരാളാണ് നവീൻ ചേട്ടൻ. കാരണം എക്സ്പ്രഷൻസ് പറഞ്ഞോണ്ട്. അതെ, ഇപ്പൊ ഒരു കാര്യം ഓർത്തെടുക്കാനാണെങ്കിലും നവീൻ ചേട്ടൻ അത് ഓർത്തെടുത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. നമ്മള് നേരത്തെ സംസാരിച്ചപ്പോഴാണെങ്കിൽ ഒരു ഇവന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അന്ന് പറഞ്ഞിട്ട് ഓർത്ത് കറക്റ്റ് സമയം എടുത്ത് പറഞ്ഞു തരും. ഏറ്റവും വലിയ രസം തന്നെ ബിഗ് ബോസ് എന്നിട്ട് അങ്ങനെ ആയിരുന്നില്ല ഞാൻ. അതാണ് എക്സ്പ്രഷൻ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്, വേറെ ഒന്നുമല്ല. എനിക്കറിയില്ല, എനിക്ക് ഒരു പിടുത്തമില്ല ഇതിന്റെ സംഭവങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഓരോ കൊച്ചു കൊച്ചു വഴക്കുകളാണ് നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ പുറത്ത് ഇത്ര ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോക്കുമ്പോ തൊട്ട് മാന്ത് പിച്ചി ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്, ചെറിയ ചെറിയ ഇത്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് റോൺസണും ആയിരുന്നു. അപ്പൊ ഞാൻ ഈ റോൺസൺ എന്ത് വേണം ഈ കൊച്ചു പിള്ളേര് കാണിക്കുന്ന പോലെ. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ദേഷ്യം കയറി അങ്ങോട്ട് വരുമ്പോഴേക്കും റോൺസൺ പറയും, അതിനേട്ടോ വേണ്ട കേട്ടോ, നമ്മൾ ആർട്ടിസ്റ്റുകളാണ്, നമ്മുടെ വില കളയരുത്, പുറത്തിറങ്ങേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അയാൾ 92 ദിവസം നിൽക്കുകയും ചെയ്തു. ഞാൻ 35 ദിവസം കൂടെ ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും അതിന്റെ ഉള്ളില് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലാലേട്ടൻ പല കാര്യങ്ങളും ചോദ്യങ്ങൾ ചോദിക്കും, എന്താ മനെ അതെന്തായിരുന്നു ഇങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു അത്, ഞാനിട്ട് ഇവനടുത്ത് റോൺസൺ വെച്ചിക്കടാ എന്താണത്, മറ്റു കാര്യം മറ്റേ ജോഷ്വിൻ മറ്റേ ചെയ്തില്ലേ, ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട്. കാര്യം നമ്മള് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കും എന്നല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പക്ഷെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാർ വിചാരിക്കും നവീൻ ചേട്ടൻ എന്താ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ ഇത്ര എന്താ ഓർത്തെടുക്കണം. ഞാനതാണ് ഇങ്ങനെ ആലോചിക്കും, എന്താണ് ഈ ആലോചിക്കുന്ന പറഞ്ഞാൽ റോൺസിനെ കൊണ്ട് പറയിപ്പിക്കണതാണ് ഇവിടെ. അടുത്ത റോൺസൺ അല്ലെങ്കിൽ ആരാണ് അടുത്തിരിക്കണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, എന്തായിരുന്നു നാട്ടിൽ എന്തായിരുന്നു എന്ന് പറയും. ആ ട്രോൾസിനോടൊക്കെ എങ്ങനെയാണ്? അല്ല രസമാണ്. നമുക്ക് ട്രോൾസ് എപ്പോഴും നല്ലതല്ല, ഇപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലല്ലേ എക്സ്പ്രഷൻ കിങ് എന്നൊരു ലേബലും കൂടി നവീൻ ചേട്ടനുണ്ട്. കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് വരുന്നതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ ചലഞ്ച് നോക്കിയാലോ? എക്സ്പ്രഷൻ ചലഞ്ച്, അത് കൊള്ളാം. ഞാൻ കുറച്ച് എക്സ്പ്രഷൻസിന്റെ പേര് പറയും, അതൊന്ന് എക്സ്പ്രസ് ചെയ്ത്. ഞാൻ പച്ചാളം ബാസിയാ പക്ഷെ വേറെ കാര്യമുണ്ട്, നമുക്ക് ഒരു സിറ്റുവേഷൻ, നമുക്ക് ഇപ്പൊ ആക്ടിങ്ങിലൊക്കെ ആകുമ്പോ നമുക്കത് ചെയ്യാം. പക്ഷെ ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും ട്രൈ ചെയ്ത് നോക്കാം. ടൈം എടുത്ത് നോക്കിയാലോ? ഓക്കെ. റെഡി ആവുന്ന ഒരു എക്സ്പ്രഷൻ ആണത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മള് പച്ചാളം ബാസിയുടെ തന്നെ ഹാസ്യം. ഇപ്പൊ എന്തൊരു സിറ്റുവേഷൻ, അല്ല ശൃംഗാരാണെങ്കിലും മതി. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാസ്യം എന്ന് പറഞ്ഞ അതങ്ങോട്ട് പറയാനും, പിന്നെ ശൃംഗാരം അത് എന്നാ റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കും? റൊമാൻറ്റിക് നവീൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ റൊമാൻസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അയ്യോ പേടിയാവുന്നല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഡയറക്ടറിന്റെ അടുത്ത് പറയും, മനുഷ്യ ഇത് TG രവി കാണിക്കണ പോലെ ആക്കല്ലേ എന്ന് പറയും. എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനയത്തിൽ പേടിയുള്ള കാര്യങ്ങൾ റൊമാൻസ്, പിന്നെ ഇപ്പൊ ഇതൊക്കെ എന്താ പറയുക തമാശകളും കാര്യങ്ങളും, ഇപ്പൊ ഫണ്ണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നേക്കണോണ്ട് കുഴപ്പമില്ല. ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യം റൊമാൻസ് ആണ്. കണ്ണില് നോക്കൂ എന്ന് പറയാ, കണ്ണില് നോക്കൂ, ശരിക്ക് ഷാർപ്പാക്കൂ, ഒരു എക്സ്പ്രഷൻ കൊടുക്കൂന്ന് പറയുമ്പോ ഞാൻ അടുത്ത് കാണിക്കണ അപ്പൊ തന്നെ പറയും, എന്തുവാണ് ഈ കാണിക്കണത്, ചുണ്ടൊന്നും കടിക്കില്ല, അത് വേറെ സാധനമാണെന്ന് പറയും. ഇപ്പൊ എന്ന് പറയണ പോലെ തന്നെ ആദ്യം ചോദിച്ചെന്താണ്? ഹാസ്യം, ശൃംഗാരം.
ഹാസ്യമൊക്കെ എങ്ങനെ കാണിക്കണം? നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയിട്ട് പിടിച്ചു. നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ സീരിയലൊക്കെ അഭിനയിക്കുമ്പോൾ സ്പോട്ടിലായിരിക്കും ഡയലോഗ്സ് കിട്ടുന്നത്, ആ ഒരു ഇമോഷനും തരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹൗ യു ഹാൻഡിൽ ഇറ്റ്? അല്ല അങ്ങനെയല്ല, നമുക്ക് എന്താന്ന് പറയുക, നമുക്കിപ്പോ ഒരു എന്താ പറയാ, എനിക്ക് ഈ സ്നേഹക്കൂട്ടിൽ എനിക്ക് ഒരു വന്നത് മെയിൻ വില്ലനായിട്ടാണ്. അത് പ്രേക്ഷകർക്ക് അറിയാം, നല്ല കട്ട വില്ലനായിട്ടാണ്. അതിലൊരാളെ തട്ടുന്നു, ഭയങ്കര കട്ട വില്ലനായിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു ഹാസ്യം എനിക്ക് തോന്നുന്നു ചാനലിന് ഇഷ്ടപ്പെട്ടത്, ഞാൻ അതിൽ കള്ളു കുടിച്ചിട്ട് വന്നൊരു സീനുണ്ട് ഇതില്, നമ്മുടെ സ്നേഹക്കൂട്ടില്. അത് ഞാൻ എനിക്ക് ആ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നപ്പോൾ ഞാൻ ഓർത്ത് എല്ലാരും ചെയ്യണ പോലെ ചെയ്യാതെ, ഞാൻ അപ്പൊ ജഗതി ചേട്ടനായിട്ടുള്ള കാര്യം പറയാം, നമ്മുടെ ചേട്ടൻ, അദ്ദേഹത്തെയാണ് ഞാൻ മനസ്സിൽ ആലോചിച്ചത്. അദ്ദേഹം ചെയ്ത കുറെ സംഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ച്, നമ്മുടെ പ്രത്യേകിച്ച് ആ താളവട്ടം സിനിമയിലൊക്കെ ലാസ്റ്റ് വന്നിട്ട് ഒരു തന്നെയും തന്റെ മോളെ മീൻ ആരാണ് നാട്ടിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമൊക്കെ, അത് കുറെ സാധനങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ട്. അതെല്ലാം കൂടി അലക്കി കുടിച്ച് അങ്ങനെ ഒരു സാധനം ചെയ്ത്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു ചാനലിൽ നിന്ന് പറഞ്ഞു. പിന്നെ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ്, ഒരു ആർട്ടിസ്റ്റുകൾ പറഞ്ഞു നന്നായിട്ടുണ്ട്. കാര്യം എനിക്ക് അങ്ങനെ ചെയ്ത് വലിയ പരിചയമില്ല, പക്ഷെ എന്തോ ആ സമയത്ത് ഞാനത് പ്രിപ്പയർ ചെയ്ത് സംഭവം ഓക്കെ. പിന്നെ അതിനുശേഷം ഫുള്ള് ഞാൻ കോമഡി ആയിപ്പോയി ആ സീരിയലില്. പിന്നെ വില്ലൻ വേഷം എന്നുള്ള ആ ഒരു ഇതങ്ങോട്ട് മാറി ഒരു ഇപ്പോഴത്തെ എന്താ പറയാ, കൊച്ചിനെ നീഫ ഒക്കെ ചെയ്യണ പോലത്തെയൊക്കെ കുറെ, എന്നാ വില്ലനാണോ വില്ലനാണ്, പക്ഷെ എന്നാ കോമഡിയും കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് മാറി. നമുക്കൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നായകനായിട്ട് വരണം, അല്ലെങ്കിൽ വില്ലൻ, ചിലർക്ക് വില്ലൻ ആവുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ നവീൻ ചേട്ടൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും പ്ലാനിങ്? നായകൻ വില്ലൻ എന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ ഒരു എപ്പോഴും ചിന്തിക്കണ, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം നമുക്ക്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നായകന്മാരെ നോക്കി കഴിഞ്ഞാൽ സീരിയൽസിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സീരിയൽസിലൊക്കെ പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നായകന്മാർ, ബാക്കി എല്ലാത്തിലും ഒരു പഴം പൊഴിക്കാനായിരിക്കും. കാര്യം നായിക എന്ത് പറയുന്നു ആ ഒരു ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയൽസ് ഒക്കെ ഞാൻ കണ്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയ കുറച്ച് സീരിയൽസ് ഒക്കെ കണ്ടപ്പോൾ. അപ്പോ നമുക്ക് നായകൻ വില്ലൻ അങ്ങനെയല്ല ഞാൻ നോക്കുന്ന. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ ഒരു ക്യാരക്ടർ വിളിച്ച് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം അതാണ്, ചേട്ടാ പെർഫോം ചെയ്യാനുള്ള ഏരിയ ഉണ്ടോ? അല്ല നമ്മൾ വെറുതെ വന്നിട്ട് നമ്മൾ വലിയ വില. കാര്യം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ തന്നെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് വില്ലനായിട്ട്, പിന്നെ അതുപോലെ പോലീസ് ഓഫീസർ ക്യാരക്ടർ, ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാനിപ്പോഴും FB-ല് ആ ഫോട്ടോസൊക്കെ, പഴയ ഫോട്ടോസൊക്കെ തപ്പി പൊടി തട്ടി ഇടുമ്പോ അതിന് ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ നായകൻ ഇപ്പൊ വേറെ കുറ്റം പറയണതല്ല, നായകനും നായികയുമാണ് ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡേറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ആ സീരിയലിന്റെ സ്റ്റാർട്ടിങ് മുതൽ തീരണ വരെയും അവരെ തന്നെയായിരിക്കും പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു നല്ല ക്യാരക്ടർ, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ അങ്ങനെ ഒരു പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് പോയത് നമ്മൾ കണ്ടു. അപ്പൊ അതെങ്ങനെയാണ്? ബ്രേക്ക് എടുത്ത് ഞാനായിട്ട് പോയതല്ല, എന്നെ ഒരു മാറ്റിയതാണ്. കാര്യം അതൊരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം അത് നമ്മുടെ മരിച്ചുപോയ ശബരി അദ്ദേഹം വരുന്ന ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പ്രദീപ് വന്ന്, കുഞ്ഞാലി മരക്കാരൻ എന്ന സീരിയലിലെ ഹീറോ പ്രദീപ് വന്നിട്ട് അത് ജോയിൻ ചെയ്തു. പിന്നെ പ്രദീപിനും അത് കുറച്ച് പ്രദീപ് വിട്ടു, പിന്നെ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓൾമോസ്റ്റ് മെറിലാൻഡിന്റെ എല്ലാ സീരിയൽസ് ചെയ്യുന്ന വിളിക്കാറുണ്ട് എന്നെ. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വിളിക്കാറുണ്ട്, കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതില് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ട് പറയണോ എന്നുള്ളതാണ്. ഇനി ഞാൻ ആ വ്യക്തിനെ, അതിൻ്റെ ഒരു മെയിൻ ആള് എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് വരെ, ഡയറക്ടർ തന്നെ പറയും, ഇനിയിപ്പോ പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ അടുത്ത് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് അതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ അന്ന് കൊടുത്തില്ല.
പിന്നെ അതിനുശേഷം പുള്ളിയുടെ പ്രോജക്ട്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് നല്ലൊരു കണക്ഷൻ ഉള്ളതാണ്. പക്ഷെ എന്തോ പുള്ളിയുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്നെ എൻ്റെ പ്രൊഡ്യൂസറാണ് ഇത് ചെയ്തത്, അതിൽ കാസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത സമയം തൊട്ട് പുള്ളിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. പിന്നെ പുള്ളിയുടെ വൈഫാണ് എൻ്റെ വൈഫായിട്ട് അതിൽ അഭിനയിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ പോലും പുള്ളിക്ക് പ്രശ്നം. അങ്ങനെ ഭയങ്കര ഒരാളെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് എനിക്ക് മാനസികമായിട്ട് നമുക്ക് എപ്പോഴും ആക്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ അറ്റ്മോസ്ഫിയർ. പിന്നെ ഒരിക്കലും ഈ ഉടക്ക് ബഹളം അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയായിട്ട് ഒരു ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ വീട്ടിലും പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്ത് കാര്യം പറയണമെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടു ഞാൻ പറയും. അപ്പൊ ഇതിലിങ്ങനെ എനിക്ക് മാനസികമായിട്ട് ഒട്ടും സെറ്റ് ആവണില്ല. പല പല സിറ്റുവേഷൻസിൽ നമ്മളെല്ലാവരും മുമ്പിൽ വെച്ച് ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്, ഒരു ഇതുപോലെ ഞാൻ സംസാരിച്ചു കൊടുത്ത. പക്ഷെ അത് കഴിഞ്ഞും പിന്നെയും നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ പല സിറ്റുവേഷൻസ് സീൻസിലൊക്കെ നമ്മൾ ഒഴിവാക്കുക, പിന്നെ വെറുതെ പഴംപൊഴി പോലെ കൊണ്ട് നിർത്തുക. എന്നിട്ട് പുള്ളിക്കാരിക്ക് കുറെ ഡയലോഗ്സും കാര്യങ്ങളും, ഞാൻ മാത്രം പൊഴുങ്ങി നിൽക്കുക. പിന്നെ അതിന് ഞാൻ ഇതിനു മുമ്പ് എന്റെ ക്യാരക്ടർ ചെയ്ത ആളെ വിളിച്ചു ചോദിച്ചപ്പോ പുള്ളിയും എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇതിൽ നിന്ന് മാറിയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കാര്യം അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും ശരിയല്ല, പുള്ളിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ എനിക്കത് ഒരു പരിധി കഴിഞ്ഞപ്പോ എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാനത് പുള്ളിയെടുത്ത് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കോ, എനിക്ക് ചെയ്യണ്ട. നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോജക്റ്റ് നമുക്ക് ഇങ്ങനെ നമ്മൾ എത്ര പെർഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല, നീ ശ്രദ്ധിക്കുന്നില്ല, എങ്ങാനും ഒരു ഡയലോഗ് തെറ്റിപ്പോയി അതിന് ഇത് ചെയ്ത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക. കുറെ കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ ഞാനത് റിയാക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ റിയാക്ട് ചെയ്യുന്ന എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഭയങ്കര ഹൈപ്പറുള്ള ഒരാളാണ്, കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. ഞാൻ അന്ന് റിയാക്ട് ചെയ്ത രീതി കുറച്ച് കാകമാക്ക് ഉപയോഗിച്ചാണ് റിയാക്ട് ചെയ്ത. കാര്യം കുറെ ആയി ഞാൻ പിടിച്ച് നിന്ന് അവസാനമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പൊ പറഞ്ഞു വന്നപ്പോ കുറച്ച് എൻ്റെ എന്താ പറയുക ഉപ്പും എരിവും പുളിയൊക്കെ ഇട്ട് അങ്ങോട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥയായി പോയി. പിന്നെന്ന് വെച്ചാൽ പുള്ളി അത് നോക്കിയിരുന്ന എനിക്ക് അതായിരുന്നു തോന്നണേ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടി നോക്കിയിരുന്നായിരുന്നു. പിന്നെ അടുത്ത ഷെഡ്യൂൾ ആയി കഴിഞ്ഞപ്പോഴേ എനിക്ക് ലൊക്കേഷനിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, അളിയന്റെ ക്യാരക്ടർ മരിച്ചല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരിച്ച? ഞാനപ്പോ അന്ന് വേറെ ഒന്നുമല്ല, അന്ന് പുള്ളിയെടുത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു പോയെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു എക്സ്ട്രീം ഉണ്ടല്ലോ. അപ്പൊ പുള്ളിയൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുള്ളി അത്ര അങ്ങോട്ട് പിടിയൊന്നുമില്ല. ഓക്കെ, അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഇതൊക്കെയായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ അടുത്ത ഷെഡ്യൂൾ ആയപ്പോ എന്നെ തട്ടിക്കളഞ്ഞു ആ ക്യാരക്ടർ. അതും ഏറ്റവും മനസ്സിലായി, ഞാൻ ഭയങ്കര ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. ആ സീരിയലിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലായിരുന്നു. ആ സീരിയലില് എന്റെ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ദേഷ്യം എല്ലാ ഇതും കൂടി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇതാക്കി. ഞാൻ ഭയങ്കര ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആള്, ഭയങ്കര പെണ്ണുടിയും പ്രശ്നക്കാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അതെല്ലാം ഓർത്ത് ഓവർ ഡോസ് ചെന്നിട്ട് പുള്ളി മരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഷെഡ്യൂൾ വന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ പ്രോജക്റ്റ് എനിക്ക് എന്നും ഒരു ഭയങ്കര നെഗറ്റിവിറ്റി തന്നിട്ടുണ്ട്. ഞാനിപ്പോ 62ാമത്തെ സീറ്റാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 10-20 വർഷമായി ഞാനിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നു. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സെറ്റ് ആവാത്ത ചില പ്രോജക്ട്സുകൾ എന്ന് പറയുന്ന പോലെ എനിക്ക് ഒരുപാട് പ്രോജക്ട്സുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇതെനിക്കൊരു വല്ലാത്തൊരു ഇതാണ് എൻ്റെ ലൈഫ് ജേർണിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആക്ടിങ് കരിയറിൽ എനിക്കത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഞാൻ ആലോചിക്കാറ്, ഇപ്പൊ നവീൻ ചേട്ടൻ ഇത് പുറത്ത് പറഞ്ഞപ്പോ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരെ പെർഫോം ചെയ്യുവാണ് വേറൊരു. അതാണ് നമ്മളൊരു ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കണം. ആവശ്യമില്ലാത്ത പ്രത്യേകിച്ച് ലൂസ് ടോക്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചില സിറ്റുവേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് വളരെ എന്താ പറയണ്ട കോൺഷ്യസ് ആയിട്ട് അത് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല ഇമ്പാക്ട് കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ ഈ വക പരിപാടികളൊന്നും ഞാൻ അധികം യൂസ് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല. കോളൊന്നും എടുക്കും, മറ്റേ
റീൽസ് കാണുന്ന പരിപാടി, ഇത് കാണുന്ന പരിപാടി ഒന്നും. ഞാൻ ചോദിക്കും എന്താണ് സിറ്റുവേഷൻ എന്നാണ്. ഇപ്പൊ നല്ല പെർഫോം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചൊന്ന് ആദ്യം ഒന്ന് ട്രയൽ നടത്തും ഉള്ളില്. പിന്നെ എന്ന് വെച്ചാൽ ഇത് ആക്ടിങ് എല്ലാവരും എല്ലാ ആക്ടേഴ്സിനുള്ള ഇത് തന്നെയാണ്. നമുക്ക് ഭയങ്കര പ്രഷറും ഡിപ്രഷനും, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാര്യം ഇതായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. അവിടെ എന്തോ ജസ്റ്റ് ഡയലോഗ് പറഞ്ഞു പോയി എന്നല്ലാതെ നമുക്കൊരു ഇൻവോൾവ്മെന്റ് കിട്ടൂല അതിൻ്റെ ഉള്ളിൽ. അപ്പോ ഇപ്പൊ ആലോചിക്കുമ്പോഴാണെങ്കിലും ഒരാൾ ഫെയിമിലേക്ക് വരുമ്പം അത്ര ഇമ്പോർട്ടന്റ് ആണ് മണി. ഈ മണിയുടെ പേരിൽ പല ഇഷ്യൂസ് ആണെങ്കിലും ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഇതും മണി ഒരു ഫാക്ടർ ആയിരുന്നു ഈ ഒരു പ്രോബ്ലത്തിന്റെ. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ റീസെന്റ് നവീൻ ചേട്ടൻ 4ാമത്തെ സീസണിൽ ഉണ്ടായിരുന്ന ആളാണ്. 7th സീസൺ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ വിവാദം സൃഷ്ടിച്ചൊരു കാര്യമായിരുന്നു PR. കാരണം അനുമോൾ PR-ന്റെ പുറത്താണ് വിന്നർ ആയത്. PR കൊണ്ട് ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ, ഡിസേർവിംഗ് ആണോ അനു, അങ്ങനെ പല രീതിയിലുള്ള ഒപ്പീനിയൻസ് കോമൺ പീപ്പിളിന്റെ ഭാഗത്ത് നിന്ന് വന്നു, അല്ലെങ്കിൽ ചാനലിന്റെ ഭാഗത്ത് നിന്ന്, അങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് വന്നു. ആക്ച്വലി ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോ കേരളം മൊത്തത്തിലുള്ള കോമൺ ഓഡിയൻസ് നോക്കിക്കാണുന്ന ഒരു റിയാലിറ്റി ഷോ, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ നമ്മൾ ക്യാച്ച് ചെയ്യുന്ന ഒരു ഷോ. അപ്പം അതിൽ ശരിക്കും മണിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതോ PR വർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇപ്പൊ എന്നെ PR എന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ PR ഞാൻ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഈ PR-ന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ അതിലുള്ള സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് പോയതാണ്, ഒരിക്കലും ഈ PR പോലത്തെ പരിപാടികൾക്ക് വിളിക്കും. കാര്യം എനിക്ക് ഓൾറെഡി ഇതിന്റെ മുമ്പ് പോയ കണ്ടസ്റ്റൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അവർ വിളിക്കും, പൈസ പോണ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞാണ്. വെറുതെ കൊടുക്കണ്ട, നമ്മൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫാൻ ഫോളോവേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വരും. പക്ഷെ ആ സമയത്ത് ഞാൻ എന്തായിരുന്നു, റോബിൻ എന്തോ തെറി വിളിക്കുക, എന്തോ ഒരു അതന്നെ റോബിനെ തെറി വിളിക്കുന്ന മാറ്റർ ആയിരുന്നു. അത് വെച്ചിട്ട് അവന്റെ കുറെ ഫാൻ ഫോളോവേഴ്സ് കയറി ഊരത്തെറിയും തള്ളക്ക് വിളിയും ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ. കാര്യം ഭയങ്കര മെസ്സേജ് വരലും നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് വരലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പുള്ളിക്കാരോട് വൈഫിനോട് പറഞ്ഞിട്ട് പോയതാണ്, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ്. നമ്മൾ ആ സമയത്ത് PR എന്ന് പറഞ്ഞൊരു ടീം കണക്റ്റായി. ഇതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള സമയത്താണ് വൈഫായിട്ട് സംസാരിക്കുന്നു, അത് കുഴപ്പമില്ല, നമ്മളത് നോക്കിക്കോളാം, അത് ആരാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി മാറ്റർ പറയണം. അപ്പോൾ എൻ്റെ അടുത്ത് വൈഫിനെ കോണ്ടാക്ട് ചെയ്തു, അത് കുഴപ്പമില്ല, ഞങ്ങളത് നോക്കിക്കോളാം, ഒരു 50,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. PR ആയിട്ട് നമ്മൾ നോക്കിക്കോളാം. അങ്ങനെ ഈ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പുള്ളിക്ക് നമ്മളൊരു മാക്സിമം 2 days വരെ നിർത്താം, ഒരു 50,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് വൈഫ് അത് എൻ്റെ അടുത്ത് പറഞ്ഞ് ചൊവ്വാഴ്ച ഈ കോള് കാര്യങ്ങളൊക്കെ വരുന്നു, ബുധനാഴ്ച പൈസ അയക്കുന്നു, കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ രസം വെച്ചാൽ ശനിയാഴ്ച ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. PR കൊടുത്ത് ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനിയാഴ്ച ഞാൻ അവിടെ നിന്ന്. PR ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടി PR ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും PR ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പൊളിറ്റിക്കൽ ഇതെടുത്ത് നോക്കണമെങ്കിലും അല്ലെങ്കിൽ ഈ ഫീൽഡിലാണെങ്കിലും മീഡിയ ഫീൽഡിലാണ് PR എന്ന് പറയുന്നത് നമ്മളൊരു ബേസ് ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ എന്റെ സമയം കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അതിനു മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ നിൽക്കുന്നല്ല, ഒന്ന് ചെറിയൊരു ഒരാഴ്ചയെങ്കിലും നിൽക്കായിരുന്നു. കാര്യം ഒരു പ്രൊമോഷൻ വരും നമുക്ക്. ഇപ്പോ ഈ പ്രാവശ്യത്തെ സീസൺ 7ാം സീസൺ ഈ അനുവിന്റെ കേസും ഒക്കെ PR ആണ്. ഞാൻ പറയണത് അത് അവളുടെ ബ്രില്യൻസ് അല്ലേ. അത് ഞാൻ പറയണ ഒരു കാര്യം അതാണ്. അവൾ ആ സമയത്ത് എന്താ വിനു എന്തോ പുള്ളിയായിട്ട് കണക്ട് ആവുന്നു, സംസാരിക്കുന്നു. ക്യാഷിന് ഇടപാടൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ഇപ്പൊ ലൈവ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളുടെ പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് തഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ചിട്ട് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അവളുടെ മിടുക്കാണത്. അതൊരിക്കലും ഞാൻ അതിനെ നെഗറ്റീവായിട്ട് പറയില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിഞ്ഞപ്പോഴാണ് കുറെ കാര്യങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വിന്നറായത് ഇതേ സെയിം PR കൊടുത്തിട്ടാണ്. അപ്പോ ഞാൻ പറയുന്നത് അത് ഒരാൾക്കാരുടെ ബ്രില്യൻസ് ഞാൻ അത്ര ചിന്തിക്കാറില്ല. അങ്ങനെ മണിയിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ബിഗ് ബോസ് കാണുന്നുള്ള, പക്ഷെ നമുക്ക് ഷോർട്സ് കാണുമ്പോൾ കണ്ടതിൽ എനിക്ക് അനീഷിന് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ
എന്ത് ചെയ്യാനാ, നമ്മളിപ്പോ ഈ ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വിചാരിക്കും സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു 50 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇന്ന ആളായിരിക്കും വിന്നർ, അല്ലെങ്കിൽ ഒരു 60 ദിവസം കഴിയുമ്പോൾ ഒരിക്കലുമല്ല. അത് ഒരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിലൂടെയൊക്കെ കാര്യങ്ങൾ പോകണം. അപ്പൊ എന്ന് ഷോ പറയുന്നത് തുടങ്ങണതിന് മുന്നേ തന്നെ ഷോ തുടങ്ങുന്നതിന് മുമ്പല്ല, അവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു 10-50 എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ സെറ്റ് ആവും, എങ്ങനെയാണ് ഉള്ളത് സെറ്റ് ആവും. അപ്പൊ അവർക്ക് തന്നെ അറിയാം ആര് നിൽക്കും എന്താണെന്നുള്ളത്. പക്ഷെ ഇതിലും ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷോന്റെ ക്ലൈമാക്സിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച ആളെ ആയിരിക്കില്ല. യെസ്. അതാണ് ഇതിന്റെ ഒരു ഇത്. ഒരുപാട് പേര് പറഞ്ഞു, ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് അനുവിനും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന കമന്റ്സ് ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറയണ ഒരു കാര്യം, അത് അവളെ മെടുക്കല്ല. അവളിപ്പോ ഈ എന്താ പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ അയാള് PR കൊടുത്തു, എന്ത് കൊടുത്തു, എന്താണ് മണ്ടനാണ് മറ്റേ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അയാള് വിന്നറായില്ലേ, വോട്ടിങ്, പിന്നെ അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം അനുമോള് വിന്നറായി. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നല്ല കണ്ടന്റ് കൊടുത്തോണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റാർ മാജിക്കിലുള്ള സമയത്തും ഞാൻ അനുവിന്റെ അടുത്ത് ചോദിച്ചു, അനു ഒരു മണ്ടംകളിയാണ് അവിടെ കിടന്നിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, നിനക്ക് ഇത് അറിയാല്ല, ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് നിനക്കറിയില്ല, പിന്നെ നീ എന്തിനാ ഇതിങ്ങനെ തെറ്റിച്ച് പറയണമെന്ന് ചോദിക്കും. ചേട്ടന് പൾസ് അറിയാത്തോണ്ട് ആൾക്കാരുടെ, ചേട്ടൻ കണ്ടു ഇത് എങ്ങനെ വരുമെന്ന് കണ്ടു. അതുകൊണ്ട് അവള് ഭയങ്കര ബുദ്ധിമതിയാണ് അവള്. ആ സമയത്തെ അവൾക്കറിയാം എങ്ങനെ നിൽക്കണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു. കാര്യം ആദ്യം എന്തോ പാടാൻ അറിയില്ലെന്ന് പറഞ്ഞു, പിന്നെ അത് പാടി. അപ്പൊ എന്ന് പറയുന്ന പോലെ കുറച്ചാളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ ആൾക്കാർ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് നല്ല. പിന്നെ അല്ല, ഇപ്പൊ PR-ന്റെ കാര്യത്തിൽ പോസിറ്റീവ് പബ്ലിസിറ്റിനേക്കാളും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റിന്റെ ഒരു കാലമാണ്. കാരണം അതാണല്ലോ ഷോന്റെ വിജയം. കാര്യം ഞാനിത് ചാനലിലെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ സീസൺ 7ാമത്തെ സീസൺ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ സീസൺ പോലും ഇത്ര റേറ്റിംഗ് അടിച്ചിട്ടില്ല. ഇപ്പൊ ഒരു 12 പോയിന്റ് 11 പോയിന്റ് ഉള്ള ഇപ്പോഴത്തെ സീസൺ ആയിരുന്നെങ്കിൽ നമുക്കൊരു 7, 8, 9 വരെയൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം നല്ല ഒരുപാട് ഓഡിയൻസ് ഈ പ്രാവശ്യം സീസൺ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ ഇങ്ങനെ കുറെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ഷോ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഷോ ആണിത്. ഇപ്പൊ ഈ ഷോ കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര യൂട്യൂബർമാര് ജീവിക്കുന്നുണ്ട്, പിന്നെ ഇതിനെ കണക്ട് ചെയ്ത് എത്രയോ ആൾക്കാർ, ആ ഒരു 100 ദിവസം എത്രയോ ആൾക്കാർ ഇതിന് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയോ ഇതുണ്ട്. പിന്നെന്താ പറയാ, PR, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ PR-ലുള്ള ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗമാണ്. എന്ന് പറയണ പോലെ തന്നെ ഈ ഷോനെ, ഇതൊരു ബിസിനസ് ഷോ ആണിത്. ഈ ഷോനെ സംബന്ധിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ആ ഒരു 100 ദിവസത്തെ ഒരു ഇതുണ്ടാവും, ലൈഫ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു ഇതങ്ങോട്ട് മാറും. പിന്നെ അടുത്ത ഷോ വരുമ്പോഴാണ് പുതിയ ആൾക്കാർ വരുന്നത്. ഇപ്പോഴേ അടുത്ത ഷോക്കുള്ള തയ്യാറെടുപ്പ് അവർ തുടങ്ങി കാണും. എങ്ങനെയാണെങ്കിലും ഇല്ലേ, ഇപ്പൊ ബിഗ് ബോസ് അടുത്തൊരു ഷോ കൊണ്ടുവരുവാണെങ്കിലും ഇപ്പൊ നമ്മൾപ്പെട്ട ആൾക്കാരാണെങ്കിലും ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. നവീൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഗെയിം ഇപ്പൊ ചെയ്തത് വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും കളിച്ചാലായിരിക്കും അതിലൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്?